എന്ന് പറഞ്ഞാൽ അമേരിക്കയിലും കാനഡയിലും യൂറോപ്പിലും പോകുന്ന രക്ഷയെന്ന് വിചാരിക്കുന്നു. ഈ സഹോദരങ്ങളെ, ഇതൊന്നുമല്ല രക്ഷ. രക്ഷ എന്നൊക്കെ പറയുന്ന ഇതല്ല. എന്താ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ ആത്മാവാണ് രക്ഷപ്പെടേണ്ടത്. അപ്പൊ ലൗകിക മനുഷ്യനോട് ഈ ദൈവവചനം പറഞ്ഞാൽ അവൻ ഒരിക്കലും കേൾക്കത്തില്ല. എന്നാൽ ഈ യുവജനങ്ങളൊക്കെ വഴിതെറ്റി പോകുന്നത് അവർ ലൗകികതയാണ്, എന്ന് വെച്ചാൽ ഈ ലോകത്തിന്റെ ഇമ്പങ്ങളാണ്. അതുകൊണ്ടാണ് വചനം പറയാണ്, ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ നിയമങ്ങൾ ഭോഷത്വമാകിയാൽ അവൻ അത് സ്വീകരിക്കത്തില്ല. എത്ര പറഞ്ഞാലും അത് ഈ സ്ഥലങ്ങൾ എന്താണ്, ഇവിടെ ഈ ടെലിവിഷനകത്ത് കുറെ സിനിമയും വെച്ച് അടിപൊളിയായിട്ട് പോവുകയാണെങ്കിൽ ബസ് നിറച്ച് ആളിനെ കിട്ടും. ഇവര് ചോദിക്കുന്ന കാര്യം എന്താണ്? ഇതെല്ലാം വചനം കേട്ടത് ഒരു ബോറാന്നാ പറയും. ചെറുപ്പക്കാർക്കൊക്കെ ബോറാ. യുവജനങ്ങളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ. വലിയൊരു അപകടകരമായ കാലഘട്ടത്തിലാണ് പ്രിയരെ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം വെറുക്കുന്ന ഒന്നാമത്തെ കാര്യം ചെയ്യുന്നത്. 127 കാര്യങ്ങള് ഈ ദൈവം വെറുക്കുന്നുണ്ട്. അടുത്തിരിക്കുന്ന കൂടപ്പുറത്തിനോട് പറഞ്ഞ ദൈവം 127 കാര്യങ്ങൾ വെറുക്കുന്നുണ്ട്. അപ്പൊ ദൈവം വെറുക്കുന്ന ഏറ്റവും കൂടുതൽ കാര്യം ചെയ്യുന്നത് കത്തോലിക്കനാണ് എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ദൈവം വെറുക്കുന്ന ഒന്നാമത്തെ കാര്യം വിവാഹമോചനം. മലാഖി 2:16. അവിടെ വചനം പറയാണ്, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ കേരള കത്തോലിക്ക സഭയിൽ ഒരു വർഷം 27,000 വിവാഹമോചനം നടക്കുന്നുണ്ട്. അത്ര ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ദൈവം വെറുക്കുന്ന കാര്യം ചെയ്യുമ്പോൾ ദൈവ കോപം ഈ ഭൂമിയിലേക്ക് ഇറങ്ങുന്നതാണ്. വെയിൽ കൊണ്ടൊക്കെ ഇരിക്കാൻ പൊറുതിയുണ്ടോ? കേരളത്തിലാണെങ്കിലും വെയില്, തമിഴ്നാട്ടിലായാലും വെയില്. എന്താ, ലോകം മൊത്തം ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, ദൈവഹിതത്തിന് വിരുദ്ധമായി പറയുമ്പോൾ നിയമാവർത്തന പുസ്തകം പറയുകയാണ്, ആകാശം നിങ്ങൾക്ക് പിച്ചള പോലെയാകും. ഹല്ലേലൂയ. ഭൂമി നിങ്ങൾക്ക് ഇരുമ്പ് പോലെ പഴുക്കും. ഇരുമ്പ് പോലെ പഴുക്കുന്ന ഒരു കാലഘട്ടം വരുമെന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. ദൈവജനം ദൈവജനമല്ലാതെ മാറുമ്പോൾ ഈ ഭൂമി ഇതാ ഇരുമ്പ് പോലെയും ആകാശം പിച്ചള പോലെയും ഉരുകി ഉരുകി നിങ്ങളിങ്ങനെ വിയർത്ത് നാക്കും നീട്ടി പല്ലും നീട്ടി പട്ടികളെ പോലെ നടക്കുന്ന ഒരു കാലഘട്ടം വരാൻ പോവാ. എന്നിട്ടും ആത്മീയത ഉണ്ടോ നിങ്ങൾക്ക് പ്രിയരെ? ആത്മീയ മനുഷ്യനാകണമെന്നുണ്ടോ? ഞങ്ങളെ ഈ പ്രേളങ്കണ്ണിയിലെ ഈ ലിസ്റ്റ് എടുത്ത് നോക്കും. അതിൽ 1000 എണ്ണം എഴുതിയാൽ ഒരെണ്ണത്തിലുണ്ട് ഞങ്ങളുടെ മക്കൾ ആത്മീയരായി ജീവിക്കണം. ബാക്കിയെല്ലാം അവിടെ പോകണം, ഇവിടെ പോകണം, മറ്റേത് കിട്ടണം, മറിച്ചത് കിട്ടണം, അത് കിട്ടണം, ഇത് കിട്ടണം. ഇതുകൊണ്ട് എന്ത് നേടി? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാന് അടുത്തിടയില് വലിയൊരു സീറോമലബാർ സഭയിലെ ഒരു 7 മാസത്തിന് മുമ്പ് ധ്യാനത്തിന് പോയി. 12,500 വീട്ടുകാരുള്ളൊരു പള്ളിയാണ്. അപ്പൊ അവരെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നുണ്ട്. അത് കേൾക്കണ്ട, അവര് മറ്റുള്ളവർ അറിയണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അത് പറയുന്നില്ല. അപ്പൊ 2,500 വീട്ടുകാരുള്ള പള്ളിയാണ്. ആ പള്ളിയിലെ ധ്യാനത്തിന്റെ 4ാമത്തെ ദിവസം അവിടുത്തെ കപ്പിയാൽ അല്ലെങ്കിൽ ശുശ്രൂഷകൻ പറഞ്ഞു, എന്റെ ചേട്ടനെ കണ്ടിട്ടേ ബ്രദർ പോകാവൂ, ധ്യാനം കഴിഞ്ഞ് ചേട്ടനെ കാണും. അപ്പൊ ധ്യാനത്തിന്റെ 5ാമത്തെ ദിവസം അപ്പോ ഈ കപ്പിയാരുടെ വീട്ടിലായിരുന്നു, ചേട്ടന്റെ വീട്ടിലായിരുന്നു, കപ്പിയാര് വെച്ചു കൊടുത്ത ചേട്ടന്റെ വീട്ടിലായിരുന്നു ആഹാരമൊക്കെ. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോഴ് പറയാണ്, ചേട്ടൻ പറയാണ്, ഞാനും എന്റെ ഭാര്യയും അമേരിക്കയിൽ ഡോക്ടേഴ്സായിരുന്നു, ന്യൂജേഴ്സിയിലായിരുന്നു. ഞങ്ങൾക്ക് 4 പെൺപിള്ളേരും ഡോക്ടേഴ്സാണ്. ഞങ്ങൾ അവിടുത്തെ സിറ്റിസണാണ്, ഞാനും എന്റെ ഭാര്യയും. അവരല്ലേ ഇപ്പൊ അവിടുത്തെ സിറ്റിസൺ. അപ്പൊ മൂത്ത മോള് ഡോക്ടറായി. അപ്പോൾ അവക്ക് അവിടെ അമേരിക്കക്കാരനായ ഒരു ഡോക്ടറുമായിട്ട് ഇഷ്ടം തോന്നി. അങ്ങനെ അവനെ വിവാഹം ചെയ്തു. 6 മാസം കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു, ഇടേ നീയുമായിട്ടുള്ള കോൺട്രാക്ട് ചെയ്യാൻ നിർത്തിയത്, നീയുമായിട്ടുള്ള ഉടമ്പടി ഇത്രയേ ഉള്ളൂ, അതുകൊണ്ട് അയ്യോ അങ്ങനെ പറയരുത്, അപ്പൻ അത് വലിയ വിഷമാവും, അങ്ങനൊന്നും പറഞ്ഞാലൊക്കത്തില്ല, ഞാൻ പിരിയുക എന്ന് പറഞ്ഞ് മൂത്ത മോളുടെ വിവാഹം മോചനമായി. അപ്പൊ മൂത്ത മോള് പറഞ്ഞു, ഇനി ഞാൻ വിവാഹം കഴിക്കുന്നില്ല. അങ്ങനെ ആയപ്പോ 2ാമത്തെ മോള് ഏതായാലും സായിപ്പന്മാരെ കൊണ്ടൊന്നും കെട്ടിക്കുന്നില്ല,
അങ്ങനെ ആലോചിച്ച് കാഞ്ഞിരപ്പള്ളിയിലുള്ള ഒരു വീട്ടിലെ MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പയ്യനെ ആലോചിച്ചു. അങ്ങനെ അവരെ ഇവിടുന്ന് MBBS അവിടെ പാസ്സായി, പഠിച്ചുകൊണ്ടിരിക്കുകയല്ല, പാസ്സായി. അവിടെ ചെന്ന് അമേരിക്കയിൽ ചെന്ന് ഇവിടുത്തെ MBBS അവിടെ വാല്യൂഡ് ആവത്തില്ല. അതുകൊണ്ട് അവിടുത്തെ കുറെ പഠനം കൂടെ നടത്തും. അങ്ങനെ 4-5 വർഷം അവിടെ ഇവിടുന്ന് വിവാഹമൊക്കെ കഴിഞ്ഞ് അവിടെ പോയി. അങ്ങനെ അവനവിടെ പഠിക്കാൻ മിടുക്കനായതുകൊണ്ട് അവിടെ കുറെ കഴിഞ്ഞപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടോ, അമേരിക്കൻ ഗവൺമെന്റ് സർവീസിൽ തന്നെ അവന് നല്ല ജോലി കിട്ടി. 1 വർഷം കഴിഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു, നീയുമായിട്ടുള്ള കോണ്ടാക്ട് എനിക്കും അത് പോകും. 2ാമത്തെ മോളുടെ വിവാഹം. അങ്ങനെ ചുരുക്കി പറയാനാണെങ്കിൽ 4 പെൺപിള്ളാരും വിവാഹമോചനം കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഈ അപ്പന് ഇതിനെ തുടർന്ന് 2-3 വട്ടം ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, പ്രഷർ കൂടി, ഒരു സൈഡ് തളർന്നു, പിന്നെ എന്തൊക്കെയോ ഇത് വീട്ടിൽ വരുന്നൊക്കെ ചെയ്തു വന്നു. ഇനിയും അമേരിക്കയിൽ ജീവിച്ചാൽ മരിച്ചുപോകും. അതുകൊണ്ട് നാട്ടിലോട്ട് കപ്പിയാരെ വിളിച്ചു. ഈ കപ്പിയാരുടെ അവസ്ഥ കേട്ടോണം. കപ്പിയാർക്ക് ഒരേ മകനേ ഉള്ളൂ. 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞടാ, നമ്മുടെ കുടുംബ വീടൊക്കെ ഒന്ന് വലുതാക്കണ്ടായോ? നിന്റെ മോനെ 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ പഠിപ്പിച്ചോളാം, എന്നിട്ട് അമേരിക്കയിൽ കൊണ്ടുപോവാ. നമ്മുടെ ആ വീടൊക്കെ ഒന്ന് വലുതാക്കണ്ടായോ? അതുകൊണ്ട് നിന്റെ മകനെ ഞാൻ പഠിപ്പിച്ചോളാം, 10ാം ക്ലാസ് കഴിയുമ്പോൾ നീ വിളിക്കണമെന്ന് പറഞ്ഞു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു, പപ്പ എനിക്ക് വൈദികനാണോന്ന് പറഞ്ഞു. അങ്ങനെ അവനെ വൈദികനായി, ജെസ്യൂട്ട് വൈദികനായി. ഇപ്പൊ ജാർഖണ്ഡിൽ. അപ്പനാണെങ്കിൽ കപ്പിയാർ ഉദ്യോഗം, 8000 രൂപയെ ശമ്പളവും. എന്റെ ബ്രദറെ, 8000 രൂപ കൊണ്ട് ഞാനും എന്റെ കുടുംബവും സന്തോഷത്തോടെ ജീവിക്കും. ഇനിയും കേട്ടോണം, ഞാൻ 400 റബ്ബർ വെട്ടു. അങ്ങനെ 400 റബ്ബർ വെട്ടുന്നത് എന്താണെന്ന് അറിയാമോ? എന്റെ മോൻ ജാർഖണ്ഡിൽ നിന്ന് വരും. ഇവിടുന്ന് വരും. വന്നിട്ട് ഞാൻ 1,40,000 രൂപ മകന്റെ കൈ കൊടുക്കും. എന്തിനാണെന്നറിയാമോ? 1,40,000 രൂപ ഉണ്ടെങ്കിൽ ജാർഖണ്ഡിൽ 3 വീട് വെച്ച് കൊടുക്കാം. വലയടിച്ച 3, പിന്നെ പൈപ്പ് സൗകര്യം ഇട്ട് കൊടുക്കും. സൗകര്യം ഉറങ്ങരുതേ, പൈപ്പ് സൗകര്യവും ഇട്ട് കൊടുക്കും. അങ്ങനെ മകൻ ഇപ്പോഴ് 8ാമത്തെ വർഷമാണ് വൈദികനായിട്ട്. 47,000 പേരെ വിജാതിയരെ ക്രിസ്ത്യാനികളാക്കി അവന്റെ കൈകൊണ്ട് മാമോദിസ. ഏകദേശം 142 വീട് ഞാൻ റബ്ബർ വെട്ടി ഉണ്ടാക്കി കൊടുത്തു അവന് വേണ്ടി. ഹല്ലേലൂയ. ഞാനും എന്റെ കുടുംബവും. പ്രിയ സഹോദരങ്ങളെ, സഭയുടെ ഒരു പൈസ എടുത്ത് കളിക്കുന്നില്ല. ഞാൻ തന്നെ അധ്വാനിച്ചു കൊടുക്കുന്നു. നമുക്ക് പൈസ കൊണ്ട് പോകുന്നു. അവിടെ മിഷൻ പ്രവർത്തനം നടത്തുന്നത് 10-25 കിലോമീറ്റർ ദൂരം നടന്നാണ് എന്റെ മകൻ ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിപ്പോ മകനെ ഒന്ന് വിളിക്കട്ടെ, ബ്രദറൊന്ന് ബന്ധപ്പെടാവോ? അപ്പൊ ഞാൻ ബന്ധപ്പെട്ടപ്പോൾ ഇതാ യേശുക്രിസ്തുവിന്റെ തേജസ്സോട് കൂടി ഒരു മകൻ. ഹല്ലേലൂയ. ഇപ്പോഴ് എന്റെ ചേട്ടന്റെ സ്ഥലത്ത് ഞാൻ വീട് വെച്ച് കൊടുത്തു. ചേട്ടൻ വിളിച്ചു പറഞ്ഞു, എടാ മോനെ, ഇനി ഞാൻ അവിടെ നിന്നാൽ അമേരിക്ക കടന്ന് ചത്തുപോത്തേ. ഈ പെൺപിള്ളാരൊന്നും ഇനി നോക്കത്തില്ല. അവളുമാരൊക്കെ അവരുടെ വഴിക്കാ പോകുന്നു. അതുകൊണ്ട് അവസാന കാലം നിന്റെയും ഭാര്യയുടെയും സ്നേഹം അനുഭവിച്ച് മരിക്കണമെന്നൊരാഗ്രഹമുണ്ട്. അതുകൊണ്ട് പൊന്നു മോനെ, ഒരു വീട് വെച്ച് താടാ. ഞാൻ 45 ലക്ഷം രൂപയുടെ വീട് മതി, 1 കോടി രൂപ അയച്ചു തരാം. വേണ്ട ചേട്ടാ, 45 ലക്ഷം രൂപയുടെ മതി, ചേട്ടന്റെ പൈസ ഒന്നും എനിക്ക് വേണ്ട. അങ്ങനെ 45 ലക്ഷം രൂപ ചേട്ടൻ അയച്ചു കൊടുത്തു. ഒരു വീട് വെച്ച് ആ വീട്ടിൽ ഞാൻ ആഹാരം കഴിക്കും. അപ്പൊ ഈ 45 ലക്ഷം രൂപ വീട്ടിലിരുന്നപ്പോ പറയുവാണ്, എന്റെ കൈക്ക് പിടിച്ചോണ്ട് ആ ഡോക്ടർ, ഈ കപ്പിയാരുടെ ജ്യേഷ്ഠ ഡോക്ടർ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇവരെ ഒരു കപ്പിയാരായിട്ടായിരുന്നു ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ വിഷമതകളൊന്നും. പ്രിയ സാരങ്ങളെ, നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ മക്കളൊക്കെ ഡോക്ടർമാരാകുന്നതും അങ്ങ് ഒരു ഉന്നതത്തിൽ പോകുന്നതും ഒക്കെയാണോ വലുത്? ഇതൊക്കെ വെറും മിഥ്യയാണ്. ലോകത്തിലെ 13 സുഖ സൗകര്യങ്ങൾ അനുഭവിച്ച സോളമന്റെ അത്രയും സുഖ സൗകര്യങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തി ഈ ലോകത്തിലില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. സോളമന്റെ ഉദ്യാനത്തെ കുറിച്ച്, സോളമന് ലോകത്തുള്ള എല്ലാ ഫലങ്ങളും സോളമന്റെ തോട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒരേ സമയം 1000 പാട്ടുകാരാണ് സോളമൻ ഉണ്ടായിരുന്നത്. ഒരേ സമയം 1000 പാട്ടുകാർ, 300ഓളം രക്തനിർമ്മിതമായ വീടുകൾ. സോളമന്റെ പരിചയം,
സോളമന്റെ എല്ലാ ഉപകരണങ്ങളും സ്വർണത്തിലായിരുന്നു. സോളമന്റെ കാലത്ത് വെള്ളിക്ക് വിലയില്ല എന്നല്ല, വെള്ളിയെ കരിക്കട്ട പോലെ കണ്ടത്. അങ്ങനെ കോടീശ്വരനായ സോളമൻ ഈ ലോകത്തിലെ 1000 ഭാര്യമാരും 700 ഭാര്യമാരും 300 ഉപനാരിമാരും ഉണ്ടായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു? അപ്പൊ ഈ ലോകത്തിന്റെ സുഖസൗകര്യങ്ങളെല്ലാം അനുഭവിച്ച വളം പറയാണ്, സൂര്യന് കീഴെ ഒരു സുഖവും ഒരു ഇതും കാണുന്നില്ല. സൂര്യന് കീഴുകളെല്ലാം വെറും മായയും മിഥ്യയും പാഴ്വേലയുമാണ്. സൂര്യന് കീഴിലുള്ള എന്താണ്? ഇവിടെ സൂര്യന് കീഴിലുള്ള കാര്യത്തിനെ കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. സഭയിൽ സൂര്യന് കീഴിലുള്ള കാര്യങ്ങൾ, കുടുംബത്തിൽ സൂര്യന് കീഴിലുള്ള കാര്യങ്ങൾ, ജീവിതത്തിൽ വസ്തുക്കളുടെ കാര്യങ്ങൾ. പക്ഷേ ഇത് മിഥ്യയും പാഴ്വേലയുമാണെന്ന് എനിക്ക് മനസ്സിലായി. സോളമൻ തന്റെ സഭാപ്രസംഗി അവസാനിപ്പിക്കുമ്പോൾ പറയാം, ഇത് മിഥ്യയും പാഴ്വേലയുമാണ്. ഹല്ലേലൂയ. സോളമൻ ഈ സഭാപ്രസംഗത്തിന്റെ പുസ്തകം 2-ാം അധ്യായം വായിക്കുമ്പോൾ സോളമൻ ഇത് പറയുകയാണ്. സോളമൻ സഭാപ്രസംഗി 2:2 തൊട്ടുള്ള തിരുവചനത്തിൽ അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. സഭാപ്രസംഗിന്റെ പുസ്തകം എടുത്തേ. ഹല്ലേലൂയ. അതിന്റെ 2:2 തൊട്ടുള്ള തിരുവചനം ഒന്ന് വായിച്ചേ, ഉറക്കെ വായിച്ചേ. വായിച്ചു. ശരീരത്തെ കൊണ്ട് ആഹ്ലാദിപ്പിക്കാൻ ഞാൻ നോക്കി. മനുഷ്യനെ സന്തുഷ്ടനാകുന്നതേ ചുരുങ്ങിയ ആയുസ്സിനുള്ളിൽ അവൻ ചെയ്യേണ്ടതെന്ന് അറിയാൻ ഞാൻ ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്തു. ഞാൻ എനിക്ക് വേണ്ടി മാളികകൾ പണിതു, മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ചു, ഉദ്യാനങ്ങളും ഉപവനങ്ങളും ഉണ്ടാക്കി, അവയിൽ എല്ലാത്തരം ഫലവൃക്ഷങ്ങളും നട്ടു, തോട്ടം നനയ്ക്കാൻ കുളങ്ങൾ കുറിച്ചു. എന്റെ വീട്ടിൽ പിറന്ന അടിമകൾക്കും പുറമേ ദാസന്മാരെയും ഞാൻ വിലയ്ക്ക് വാങ്ങി. യെരൂശലേമിലെ എന്റെ മുൻപിതാക്കൾ ഉണ്ടായിരുന്നതിനേക്കാൾ അധികം നാടുപാടുകളും എനിക്കുണ്ടായിരുന്നു. സ്വർണ്ണവും വെള്ളിയും രാജാക്കന്മാരുടെയും പ്രവിശ്യകളുടെയും ഭണ്ഡാരത്തിലെ ധനവും സ്വന്തമാക്കി. അനേകം കാരകന്മാരും കായികന്മാരും എനിക്കുണ്ടായിരുന്നു. മനുഷ്യൻ ആഗ്രഹിക്കുന്ന എല്ലാ സുഖഭോഗങ്ങളും ഞാൻ ആസ്വദിച്ചു. എന്നിട്ട് അടുത്ത വചനം ടീച്ചറെ പറയുന്നേ, വായിച്ചേ. യെരൂശലേമിലെ എന്റെ പിതാവിനേക്കാൾ ഞാൻ ഉന്നതനും മഹാനുമായി തീർന്നു. അപ്പോൾ ഞാൻ ജ്ഞാനത്തിൽ നിന്നില്ല. എന്നിട്ട് അല്ല അടുത്ത വചനം പറയുന്ന, വായിച്ചേ. എന്റെ നയനങ്ങൾ അഭിലഷിച്ചതൊന്നും ഞാൻ നിഷേധിച്ചില്ല. ഞാൻ അനുഭവിക്കാത്ത സുഖങ്ങളില്ല. എന്റെ പ്രയത്നങ്ങളിലെല്ലാം എന്റെ ഹൃദയം സന്തോഷിച്ചു. അത് എന്റെ അധ്വാനത്തിന് ലഭിച്ച പ്രതിഫലം തന്നെയായിരുന്നു. പിന്നെ ഞാൻ ഉണ്ടാക്കിയവയും അതിനുവേണ്ടി ചെയ്ത അധ്വാനത്തെയും ഞാൻ നിരൂപണം ചെയ്തു. എല്ലാം മിഥ്യയും പാഴ്വേലയുമായിരുന്നു. സൂര്യന് കീഴെ ഒരു നേട്ടവും ഇല്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. സൂര്യന് കീഴെ അടുത്തിരിക്കുന്ന വ്യക്തിയോടുള്ള സൂര്യന് കീഴെ ഒരു നേട്ടവും ഇല്ലെന്ന് പറഞ്ഞു. ഇവിടെ സൂര്യന് കീഴിലുള്ള നേട്ടത്തിന് വേണ്ടി ഓടുക. ഓടിയിട്ട് എന്താ സഹോദരാ, നിനക്ക് സന്തോഷമുണ്ടോ? സൂര്യന് കീഴെ ഒരു നേട്ടമില്ല. അപ്പൊ സൂര്യന് മുകളിലാ നേട്ടം. മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറ, സൂര്യനെ കണ്ടില്ലേലും പറ, സൂര്യന് മുകളിലാ നേട്ടം എന്ന് പറ. അതാണ് നിത്യജീവിതം. പ്രിയ സഹോദരാ, നിനക്ക് നിത്യജീവിതം ഉണ്ടോ? നിത്യജീവിതം കിട്ടുമോ? ഈ ഒരു ലൗകിക മനുഷ്യനാണോ? നീ പ്രാർത്ഥനയില്ലാത്തൊരു മനുഷ്യനാണോ? നീ ആത്മീയ മനുഷ്യനല്ലായി തീർന്നിട്ടില്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഈ ദുഃഖവും നിരാശയും മാത്രമേ ഉള്ളൂ. അനേക കുടുംബങ്ങള് മക്കളുണ്ട്. ആ മക്കളിൽ നിന്ന് സ്നേഹം ലഭിക്കാത്ത അനേക മാതാപിതാക്കളെ കണ്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ 30-31 വർഷത്തെ ഈ ധ്യാന ശുശ്രൂഷയ്ക്കിടയിൽ ഞാൻ കണ്ട കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. സമ്പത്തല്ല ഒരു വ്യക്തിയെ ധന്യമാക്കുന്നത്. ഹല്ലേലൂയ. കരമയത്തെ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സാധനങ്ങളെ ശ്രദ്ധിച്ചേ. അപ്പൊ ലൗകിക മനുഷ്യൻ ആരാണെന്ന് പറയുക. 1 കൊരിന്ത്യർ 2:14. ലൗകിക മനുഷ്യൻ ദൈവാത്മാവിന്റെ നിയമങ്ങൾ ഭോഷത്വമാകയാൽ അവന് അത് ഉൾക്കൊള്ളത്തില്ല. ഓവയെ ചങ്ങനാശ്ശേരി ചെല്ലുമ്പോഴേ കൂട്ടുകാർ പറയും, എടാ മീശ വെച്ച ആരാ കുടിക്കാത്തത്? ആണുങ്ങളായാൽ ശകലം കുടിക്കണം, 4 തെറി പറയണം, പിന്നല്ലേ ആണുങ്ങളാണ്. ലൗകിക മനുഷ്യന്റെ പ്രത്യേകതയാണ്. ലൗകിക മനുഷ്യൻ പറയാണ്, എന്താണ്?
ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ നിയമങ്ങൾ പോഷത്വമാകയാൽ അവനത് ഈ വചനം സ്വീകരിക്കത്തില്ല. നോക്കിയേ, കൗൺസിലിങ്ങിന് കുറെ പേര് വന്നു. ഇവരൊക്കെ ബൈബിൾ എടുക്കാവുന്ന കാലത്ത് ആദ്യത്തെ പേജ് നോക്കും. ആദ്യത്തെ പേജ് കീറിപ്പോയെങ്കിൽ എന്ത് ചെയ്യും? ഒരിക്കലേ വേളാങ്കണ്ണിയിലെ ഒരു റിട്ടയർഡ് ജഡ്ജി വന്നു. അപ്പം പറഞ്ഞ എന്നെ കാണണമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ വാടിപ്പെട്ടിരുന്ന നമ്മുടെ പുള്ളിമാതാ ബെസ്രിക്കായ നമ്മുടെ കൗൺസിലിംഗ് ആ പൂന്തോട്ടത്തിൽ ഇങ്ങനെ കൗൺസിലിംഗ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വിലാപങ്ങളുടെ പുസ്തകം എടുക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ആ സമയത്ത് ബൈബിൾ എടുത്ത് പെട്ടെന്ന് എന്നെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ബൈബിൾ എടുത്തില്ല. ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പഴയ ബൈബിൾ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു ബൈബിളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൊണ്ട് ബദരവാണ്. വിലാപങ്ങളുടെ പുസ്തകം എടുക്കാൻ പറഞ്ഞു. ഈ വിലാപങ്ങളുടെ പുസ്തകമൊക്കെ കീറിപ്പോയിരിക്കും. പുള്ളിയുടെ കുറെ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവസാനം പുള്ളി എന്നോട് പറഞ്ഞു, ബ്രദറെ ഇത് കാണുന്നില്ല, ഞാൻ തന്നെ ഒരു വിലാപമല്ലയോ, പിന്നെ എന്തിനാ ഇത് എടുക്കണ്ട? പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ സമയത്ത് 73 പുസ്തകം എടുക്കാൻ അറിയാത്തവരാണ് ഇന്ന് കത്തോലിക്ക സഭയിലെ ബഹുഭൂരിപക്ഷം മക്കൾ. 73 പുസ്തകം. നിങ്ങൾ മാതാപിതാക്കൾ ഒരു കാര്യം പഠിക്കണം. ഈ 73 പുസ്തകം ഈ മോളെ നീ എടുക്കാൻ പഠിക്കണം. നീ ഇതിന്റെ ഫ്രണ്ട് പേജ് എടുത്ത് നോക്കുന്ന ഞാൻ കണ്ടു. ഒരു ജെറമിയ എടുക്കാൻ പറഞ്ഞു, യെശയ്യ എടുക്കാൻ പറഞ്ഞപ്പോഴേ ഇതൊക്കെ പഠിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്താ കുഞ്ഞെ പഠിക്കുന്നത്? കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്താ പഠിക്കുന്നത്? നിങ്ങൾ ഈ ബൈബിളിന്റെ 73 പുസ്തകം എടുക്കാൻ പഠിച്ചില്ലെങ്കിൽ ഈ അവധി സമയത്ത് ഇതൊക്കെയല്ലേ ചെയ്യേണ്ടത്? ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇങ്ങോട്ട് നോക്കിക്കേ, ഈ ബസ്സിനകത്ത് ഇത് പറഞ്ഞിട്ട് ഞങ്ങൾ തൊണ്ടയടിച്ചിട്ട് പോകും. പക്ഷേ ആരെങ്കിലും ഒക്കെ രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടു. അതുകൊണ്ട് ലൗകിക മനുഷ്യൻ ദൈവാത്മാവിന്റെ നിയമങ്ങൾ പോഷത്വമാകയാൽ അവയതിന് സ്വീകരിക്കത്തില്ല. എന്താ സ്വീകരിക്കാത്ത? അടുത്ത ഭയം പറയുകയാണ്. എന്താ? ഇത് ദാനമാണ്. വചനം എന്ന് പറഞ്ഞാൽ ദാനം. എന്താണ് ദാനം? ദൈവത്തിന്റെ ഏറ്റവും വലിയ ദാനമാണ് വചനം. അതുകൊണ്ടാണ് നമ്മുടെ പാട്, നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു, നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ. എല്ലാവരും പാടിക്കേ, യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ, നിൻ ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ഇതാണ് ദാനമാണ്. ദൈവത്തിന്റെ ഏറ്റവും വലിയ ദാനമാണ് വചനം. വചനം ഹൃദയത്തിലുള്ളവൻ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടും. പ്രിയ സഹോദരങ്ങളെ, വചനം നിന്റെ ഹൃദയത്തിലുണ്ടോ? പ്രിയരെ, വചനം കൊണ്ട് പോകും. വചനം ഹൃദയത്തിലുണ്ടെങ്കിൽ നിന്റെ ജീവിതം ഒരിക്കലും തകർന്നു പോകത്തില്ല. ഈ തകർച്ചയെന്നൊക്കെ പറയുന്ന ചിലവർ വിചാരിക്കും സാമ്പത്തികപരമായ തകർച്ചയൊന്നുമല്ല. അതൊന്നും ഒരു തകർച്ചയല്ല. വചനമില്ലാത്തതാണ് ഏറ്റവും വലിയ തകർച്ച. അടുത്തിരിക്കുന്ന കൂടപ്പുറപ്പിനോട് പറ, വചനമില്ലാത്തതാണ് തകർച്ച. വചനമില്ലാത്തതാണ്. വചനമുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കുടുംബങ്ങളൊക്കെ എന്തായിരുന്നു? സ്വർഗമല്ലേ? ഒന്നിനെ കാണുന്ന ഇഷ്ടമാണ്, ഒരാളോട് സ്നേഹമുണ്ട്, എത്ര കുടുംബത്തിൽ ഐക്യമുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയ സഹോദരങ്ങളെ, അപ്പോഴ് ലൗകിക മനുഷ്യനാണ് വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു എന്ന് പറഞ്ഞു. സമാന്തര സുവിശേഷത്തിൽ മത്തായി, മാർക്കോസ്, ലൂക്കോസ് വിതക്കാരന്റെ ഉപമയുണ്ട്. അതിൽ മുള്ളുകൾക്കിടയിലും പാറയിലും വീണ വിത്താണ് ലൗകിക മനുഷ്യൻ. ഇവൻ ഈ വചനമൊക്കെ കേട്ടിട്ടങ്ങ് ഇവൻ ഇതിനെ കുറിച്ചൊന്നും വലിയ കാര്യം. ഇന്നത്തെ കാലത്ത് കുറെ പണം ഉണ്ടെങ്കിൽ ജീവിക്കാം. ഇതാ പറയുന്നത്. പണത്തിന് മീതെ പരുന്തും പറക്കത്തില്ല. നാളെ ഇന്ത്യ വന്ന് ചൈന പിടിച്ചെടുത്തോണ്ട് പോയാൽ ഇന്ത്യൻ കറൻസിയുടെ വില അന്ന് പോകും. ബ്രിട്ടനോട് ചോദിച്ചു നോക്ക്, കുവൈറ്റ് പിടിച്ചെടുത്ത സമയത്ത് കുവൈറ്റിന്റെ കറൻസിയുടെ ലിസ്റ്റിന്റെ ദിനാർ എന്തായിരുന്നു? ദിനാറിന്റെ വാല്യൂ ഇല്ല. പ്രിയ സാധനങ്ങൾ,
2000 രൂപയുടെ ക്യാൻസൽ ആയപ്പോൾ അതിന് വിലയുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ ഇതൊക്കെ വെറും കടലാസ് കഷണങ്ങളാണെന്ന് മനസ്സിലാക്കാനുള്ള ആർജവുമില്ല. ഉണ്ടായിട്ട് ഇങ്ങനെ മുറുകെ പിടിച്ചോണ്ടിരിക്കും. അയ്യോ, ഇതൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആരായി തീരും. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇത് മനസ്സിലാക്കുക. അപ്പോ ലൗകിക മനുഷ്യന് ഈ ലോകത്തിൽ കുറെ പണം ഉണ്ടാക്കണം, വലിയ വീട് വെക്കണം, വലിയ ആഡംബരമായ കാറിൽ പോകണം, ഇങ്ങനെ ഇതൊക്കെയാണ് ലൗകിക മനുഷ്യന്റെ പ്രത്യേകത. ഇങ്ങനെ സുഖം തേടി അലയൂ. സുഖമാകുന്നുണ്ടോ? സുഖിക്കാൻ സാധിക്കുന്നുണ്ടോ? അപ്പൊ ലൗകിക മനുഷ്യൻ. രണ്ടാമത്തെ മനുഷ്യനാണ് ജഡിക മനുഷ്യൻ. എന്താണ്? അപ്പൊ ജഡിക മനുഷ്യന്റെ പ്രത്യേകത എന്താ? കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1 തൊട്ട് 3 വരെയുള്ള തിരുവചനത്തിൽ ജഡിക മനുഷ്യൻ ആരാണെന്ന് പറഞ്ഞു. എല്ലാവരും നേരിട്ട് പറഞ്ഞു. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 1 തൊട്ട് 3 വരെയുള്ള തിരുവചനങ്ങൾ എടുത്തൊക്കെ വായിച്ചു. സഹോദരി, എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോട് എന്നതുപോലെ, നോക്കി, നിങ്ങളോട് എന്താ ആത്മീയ മനുഷ്യര്? വചനം പറഞ്ഞാൽ തിരിച്ചടിക്കുക. എങ്ങനെയെങ്കിലും ഒക്കെ വേളാങ്കണ്ണി വന്നിട്ട് വാടിപ്പെട്ടി വന്നിട്ട് കുറെ അനുഗ്രഹം മേടിച്ച് കുറെ സമ്പത്തുണ്ടാക്കാൻ വേണ്ടി, പിള്ളേർ ജയിക്കാൻ വേണ്ടി അങ്ങനെ കാര്യത്തിലേക്ക് വന്നു. ഇങ്ങനെയുള്ള മനുഷ്യനാണ് ജഡിക മനുഷ്യൻ. ജഡിക മനുഷ്യന് അപ്പൊ എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യൻ, ഞങ്ങൾക്ക് ഈ വചനം തിരിച്ചടിക്കുക. ആരംഭത്തിൽ ഈ ബസ്സിനകത്ത് വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തിരിച്ചടിക്കുക, ഇങ്ങോട്ട് വരിക. അത് അപ്പോഴാണ് അസ്വസ്ഥ ഉണ്ടാകും. ഇങ്ങോട്ട് നോക്കിയ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇങ്ങോട്ട് നോക്കി, എന്റെ മുഖത്തേക്ക് നോക്കേ. സഹോദരി, ഇങ്ങോട്ട് നോക്കി. എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോട് എന്നതുപോലെ സംസാരിക്കാൻ സാധിക്കും. കാരണം എന്നാണ്? ജഡിക മനുഷ്യരോട് എന്നതുപോലെയും ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിന്റെ കാര്യത്തിൽ ഇന്നും 65-75 വയസ്സുണ്ട്, ഇപ്പോഴും കുപ്പിപ്പാലും കൊണ്ടാണ് വരുന്നത്. ക്രിസ്തുവിനെ കുറിച്ച് എന്തറിയാം? ക്രിസ്തു അടുത്തിരിക്കുന്ന വ്യക്തിയോട് ചോദിച്ച ക്രിസ്തുവിനെ കുറിച്ച് എന്താ അറിയാം? ക്രിസ്തുവിനെ കുറിച്ച് താങ്കൾക്ക് എന്താ അറിയാം? താങ്കൾ ഒരു ക്രിസ്ത്യാനിയാണ്, ക്രിസ്തുവിനെ കുറിച്ച് എന്താ അറിയാം? ഒരു വലിയൊരു കോളേജിലെ പ്രൊഫസർ ക്രിസ്ത്യാനിയാണ്, പക്ഷെ അയാൾ ബൈബിളൊന്നും വായിക്കത്തില്ല. അപ്പോഴ് ഇദ്ദേഹത്തോട് ബൈബിളൊക്കെ വായിച്ച ഒരു ഹൈന്ദവനായ കോളേജ് പ്രൊഫസർ ചോദിച്ചു, താങ്കൾക്ക് ക്രിസ്തുവിനെ കുറിച്ച് എന്താ അറിയാം? ഇയാൾ അന്ന് എളുപ്പിനായി, എങ്കിൽ ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. ക്രിസ്തുവിനെ കുറിച്ച് താങ്കളെ കത്തോലിക്കനായ സീറോമലബാറിനായ പ്രൊഫസറായി നിനക്കറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. കുറവാങ്ങാട് പള്ളിയിൽ വലിയ ധ്യാനം നടക്കും 10-22 വർഷങ്ങൾക്ക്. അപ്പൊ അരവിന്ദാശ്രമേനോട് ഞാനുണ്ട്. അപ്പൊ മേനോന്റെ ക്ലാസ് കഴിഞ്ഞ് പകലോമറ്റം കുടുംബത്തിൽ പറഞ്ഞോണ്ട് അപ്പച്ചൻ മേനോന്റെ കൈക്ക് ഇങ്ങനെ പിടിച്ചു. പകലോമറ്റം കുടുംബത്തിൽ പറഞ്ഞ ഭയങ്കര കുടുംബ പാരമ്പര്യമുള്ള ആൾ പിടിച്ചിട്ട് പറഞ്ഞു, എനിക്കിപ്പോ 75 വയസ്സുണ്ട്, 10ാമത്തെ വയസ്സിൽ ആദ്യ കുർബാന കൊണ്ട് 65 വർഷമായിട്ട് ഞാൻ ഒരു ദിവസം കുർബാന. പക്ഷെ മേനോ പറഞ്ഞപ്പോഴാണ് ബൈബിളിൽ ഇതൊക്കെ ഉള്ളത് എനിക്കിപ്പോഴ്. ആര് പറഞ്ഞപ്പോഴാ മനസ്സിലായത്? അപ്പം അരവിന്ദാശ്രമേനൻ അന്ന് ക്രിസ്ത്യാനിയായിട്ട് 4 വർഷമേ ആയിട്ട്. മേനോ പറഞ്ഞു കൊടുക്കണം സീറോ മലബാറുകാർക്ക്. മറ്റൊരു അവസ്ഥയാണ് പ്രിയരെ, നമ്മുടെ അവസ്ഥയൊന്ന് ശ്രദ്ധിച്ചു. അങ്ങനെ അവസ്ഥയാണ്. അഹങ്കാരത്തിന്റെയും ഗർവിന്റെയും ഒക്കെ ഈ കിരീടം ഒന്ന് മാറ്റിവെക്കാതെ നമ്മൾ ആരും രക്ഷപ്പെടത്തില്ല. ഹല്ലേലൂയ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? പ്രിയ സാധനങ്ങളെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. നമ്മുടെയൊക്കെ ഞാൻ ചോദിച്ചോ, ഈ സീറോ മലബാർ സഭയാണ് പ്രാദേശിക സഭയിലെ 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ആഗോള കത്തോലിക്ക സഭ 140 കോടിയുണ്ട്. എത്ര ഉണ്ട്? ലത്തീൻ സഭ 140, സീറോ മലബാർ സഭ 50 ലക്ഷം പേരുണ്ട്. 50 ലക്ഷം പേരുടെ കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയാലും ആനക്കിട്ട് അച്ചങ്ങ എറിയുന്ന പോലെയുള്ളൂ. കത്തോലിക്ക സഭയ്ക്കൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണോ 5 ലക്ഷം പേര് പോയാൽ എന്തോ കുഴപ്പമാണ്. സീറോ മലബാർ സഭ മൊത്തം പോയാലും കത്തോലിക്ക സഭയ്ക്കൊന്നും. എന്നിട്ട് സീറോ മലബാർ സഭ ഇരുന്ന് അഹങ്കരിക്കുക. ഈ അഹങ്കാരം തീരാത്തത് കൊണ്ടാണ് ഇത് രക്ഷപ്പെടാത്തത്.
വിശുദ്ധനായ ഒരു തട്ടിപ്പിതാവിനെ തന്നിട്ടുള്ള രക്ഷപ്പെടണമെന്ന് ഇവർക്ക് ആഗ്രഹമില്ല. എന്താ രക്ഷപ്പെടാത്തത്? നിങ്ങൾ ഈ ചാനൽ ചർച്ചകളൊക്കെ നിർത്തി മുട്ടിന്മേൽ നിന്ന് ചങ്ക് പൊട്ടി എന്റെ പിഴ എറണാകുളത്തുകാരുടെ പിഴയല്ല, ഇത് എന്റെ പിഴ എന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് ഈ സഭ രക്ഷപ്പെടാത്തത്. മനസ്സിലായോ? ഇത് എന്റെ പിഴ എന്റെ വലിയ പിഴ ഇത് പറയാനുണ്ടാവണം. അല്ലാതെ ചാനലിൽ നിന്ന് അവരെ കുറിച്ച് കുറ്റം പറഞ്ഞു അങ്ങോട്ട് തിരിയണോ ഇങ്ങോട്ട് തിരിയണോ എന്ന് പറയാതിരിക്കാതെ നിങ്ങളൊന്ന് ചങ്കുപൊട്ടി പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടോ? ഇനി വീണ്ടും BJP സർക്കാർ അധികാരത്തിൽ വന്നാലുണ്ടല്ലോ ഏകീകൃത സിവിൽ കോഡ് നടത്തും. അപ്പൊ പള്ളിയുടെ ആദായമൊക്കെ അങ്ങ് ഗവൺമെന്റ് എടുത്തോണ്ട് പോകും, ദേവസ്വം ബോർഡ് പോലെ അവരുടെ കൺട്രോളിലാവും. അപ്പൊ ഈ അവസ്ഥയൊക്കെ അങ്ങ് മാറും. നിങ്ങൾ ഒറീസയിലും ജാർഖണ്ഡിലും ബീഹാറിലും ഒക്കെ വരണം. അവിടൊക്കെ പെന്തിക്കോസുകാരനും കത്തോലിക്കനും മർത്തോമക്കാരനും എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. കാരണം എന്നാ? ഒറ്റക്കെട്ടായിട്ട് നിന്നില്ലെങ്കിൽ അപകടമാണ്. ഹല്ലേലൂയ. ഇവിടെ അഹങ്കാരം മൂത്തോരോന്നിന് സകല പീഡനങ്ങളും വരാൻ പോകുന്ന കാലഘട്ടം അടുത്തെത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ആരംഭമാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ശ്രദ്ധിക്കുക. ഒരു സിറോ മലബാർ സഭയിൽ ഒരു ഡയറക്ടറി ഇറക്കിയപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസവും വിശുദ്ധന്മാരെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഡയറക്ടറി വായിച്ചിട്ട് ആ വ്യക്തി പറയാം, ആ വലിയൊരു ശ്രേഷ്ഠാചാര്യൻ, അദ്ദേഹം പറയാണ് ഇത് ലത്തീൻ സഭയിലെ വിശുദ്ധന്മാരാണല്ലോ കൈക്കാരൻ്റെ എടുക്കുന്നത്. നമ്മുടെ വിശുദ്ധന്മാരെ പറഞ്ഞാൽ മതി. നമ്മുടെ വിശുദ്ധന്മാരൊക്കെയാ അൽഫോൻസാമ, ചാവറയച്ചൻ, ഈ വാഴ്ത്തപ്പെട്ട അങ്ങനെ 4-5 പേരെ. അപ്പൊ ഈ കൈക്കാരൻ ചോദിച്ചു, ഈ അൽഫോൻസാമയെ വിശുദ്ധരാക്കിയത് ഇവിടെ സീറോ മലബാറിലെ ആൾക്കാർ മെത്രാനാണോ അതോ മാർപ്പാപ്പയാണോ? അത് മാർപ്പാപ്പയാണ്. അപ്പൊ മാർപ്പാപ്പയാണോ? അപ്പൊ ഈ മാർപ്പാപ്പയുടെ കീഴിൽ നിൽക്കുന്ന നമുക്ക് ആ എല്ലാ വിശുദ്ധന്മാരും വേണ്ടാന്ന് ചോദിച്ചു. അപ്പൊ മിണ്ടാത്തത് ഇങ്ങനെ പറയുന്ന വിചാരിച്ചു. പ്രിയ സാധനങ്ങളെ, ആഗോള സഭയിൽ നിൽക്കാതെ എങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോരുത്തർക്കും തോന്നിവാസമായ രീതിയിൽ പോയാൽ എങ്ങനെ രക്ഷപ്പെടും നിങ്ങൾ? അത് മനസ്സിലാക്കണം. ഐക്യമുള്ളിടത്ത് മുന്നോട്ട് പോകാനൊക്കെ ഉള്ളൂ. ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മളെ മുതലാക്കും. ഹല്ലേലൂയ, യേശുവേ നന്ദി. ലോക ചരിത്രത്തിൽ ഒരു ബസിലിക്ക പള്ളി കേരളത്തിലല്ലാതെ ഒരിടത്തും അടച്ചിട്ടില്ല. ഒരു ബസ്, മറ്റു പള്ളികളൊക്കെ അടച്ചു കാണും, പക്ഷേ ബസിലിക്ക പള്ളി ലോക ചരിത്രത്തിൽ സീറോ മലബാർ സഭയുടെ എറണാകുളത്തുള്ള ബസിലിക്ക പള്ളിയിൽ അത് അടച്ചിട്ടില്ല. അതെന്തുകൊണ്ട്? എറണാകുളത്തുകാരുടെ പിഴയല്ല, എന്റെ പിഴ എന്റെ വലിയ പിഴ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ? അപ്പോഴേ ഈ സഭ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ, സ്വരമുയർത്തി പറഞ്ഞേ, ശക്തിയോട് പറഞ്ഞേ, ഉണർവോട് പറഞ്ഞേ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, ഐക്യമുള്ളിടത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അപ്പൊ ജഡിക മനുഷ്യൻ ആരാണെന്ന് പറയുകയാണ്. ജഡിക മനുഷ്യൻ എന്താണെന്ന് പറയുകയാണ്. അവൻ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിന്റെ കാര്യത്തിൽ പൈതങ്ങളും. അടുത്ത വചനം പറയുന്നു, ഗുരുവായ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് പാൽ തന്നിരിക്കുക. അടുത്ത വചനം പറയുന്നു, ജഡിക മനുഷ്യൻ എങ്ങനെയാണ്? നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും ഉള്ളിടത്തോളം കാലം. ഉറക്കെ എന്ന് പറഞ്ഞ്, ഞങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും ഉള്ളിടത്തോളം നിങ്ങൾ ജഡികരും സാധാരണക്കാരുമല്ല. സഭയിൽ അസൂയുണ്ടോ? പിന്നെ സഭാപിതാക്കന്മാരെ അനുസരിക്കുന്നില്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ ജഡിക മനുഷ്യനാണ്. പ്രിയ സാധനങ്ങളെ, ഒരു പോലീസ് സ്റ്റേഷനിലെ സർക്കിളിനെ അനുസരിക്കാത്ത SI ആണെങ്കിൽ ആ പോലീസ് സ്റ്റേഷൻ നല്ലതായിട്ട് പോകുമോ? ഒരു ഹൈറാർക്കി സഭയിലുണ്ട്. കർദിനാളിനെ അനുസരിക്കണം, മെത്രാനെ അനുസരിക്കണം. ഇങ്ങനെ അനുസരിക്കാത്ത ഒരു കൂട്ടരായി തീരുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? പിശാചിന് കയറാൻ നമ്മൾ തന്നെ ഇടം കൊടുത്തത് കൊണ്ടാണ്. ആണോ? 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 ഹല്ലേലൂയ.
കരമുയർത്തി ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. അപ്പൊ ജഡിക മനുഷ്യനാരാ? പള്ളിയിൽ വന്നാൽ തർക്കം. അങ്ങോട്ട് തിരിയണോ ഇങ്ങോട്ട് തിരിയണോ? എങ്ങോട്ട് തിരിഞ്ഞാൽ എന്താ? മറ്റുള്ളവരുടെ മുമ്പില് പോലീസും പട്ടാളവും ഒക്കെ വന്നാണ് വിശുദ്ധ കുർബാന നടത്തുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചു. അതുകൊണ്ട് ജഡിക മനുഷ്യര് ഇന്ന് സഭയിൽ വർദ്ധിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി മൂന്നാമത്തെ മനുഷ്യനാണ് ആത്മീയ മനുഷ്യൻ. ഈ ആത്മീയ മനുഷ്യനാകാനാണ് ഈ വേളാങ്കണ്ണിയുടെ യാത്രയുടെ ഉദ്ദേശം. ഈ യാത്രയിൽ എഴുതിയിരിക്കുന്നത് വേളാങ്കണ്ണി അനുഗ്രഹ യാത്ര. എന്താണ് ഈ യാത്രയുടെ ഉദ്ദേശം? നിങ്ങൾ ആത്മീയ മനുഷ്യരാകണം. അടുത്തിരിക്കുന്ന കൂട്ടപ്പുറപ്പിനോട് പറ, ഇങ്ങനെയൊന്നും പോരാ, ആത്മീയ മനുഷ്യൻ. 1 Corinthians 2:15. ഇപ്പൊ 2 മനുഷ്യരെ പറഞ്ഞു, ലൗകിക മനുഷ്യനും ജഡിക മനുഷ്യൻ. മൂന്നാമത്തെ മനുഷ്യനാണ് പറഞ്ഞേ 1 Corinthians 2:15 എന്താ പറയുന്നത്? ആത്മീയ മനുഷ്യൻ. അപ്പോൾ ഇറങ്ങി മുന്നോട്ട് പോയത്. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയും. അടുത്തിരിക്കുന്ന വ്യക്തിയോടുള്ള ആത്മീയ മനുഷ്യൻ ഈ ലോകം എങ്ങനെയാ പോകുന്നതെന്ന് വിവേചിച്ചറിയും. ഈ ലോകത്തിന്റെ അവസ്ഥ അവൻ അറിയാം. ഈ ലോകത്തിന്റെ പോക്ക് വളരെ അപകടത്തിലാണെന്ന് ആർക്കറിയാം? ആത്മീയ മനുഷ്യനറിയാം. കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ, കാലം തന്നെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. മാതാവിൻ സന്ദേശങ്ങൾ കണ്ണീരായി പെയ്യുന്നു. കണ്ടോ? ലാസ്റ്റിലേറ്റും മെച്ചികുരയെയും പാദ്യമായും ചൊല്ലുന്നു. പാവ വഴികൾ ഉപേക്ഷിച്ചു, ഭാവിക്കായി പ്രാർത്ഥിക്കൂ. ഇപ്പൊ കാലത്തിന്റെ അടയാളങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം. ഈ കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പ്രിയ സഹോദരങ്ങളെ, ഈ കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയുന്ന ഒരു ദൈവ പൈതലായി നീ മാറണം. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുക, ആത്മീയ മനുഷ്യൻ, ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയും. അവനെ വിധിക്കാൻ നോക്കി. നീ ഒരു ആത്മീയ മനുഷ്യനായാൽ നിന്നെ വിധിക്കുന്നവർ പരാജയപ്പെടുത്തുള്ളൂ. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈക്ക് പിടിച്ചുള്ള കുളപ്പുറപ്പിനോട് പറ, ആത്മീയ മനുഷ്യനെ വിധിക്കുന്നവർ തന്നെ പരാജയപ്പെടും. ഈ 30 വർഷമായിട്ട് ആത്മീയമായി നയിക്കുന്ന എന്നെ താറടിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യും. എല്ലാം പരാജയപ്പെടുക മാത്രമേ. വേളാങ്കണ്ണി യാത്ര നടക്കുന്നത് തമിഴ്നാട്ടിൽ ഞാൻ ഏക്കർ കണക്കിന് സ്ഥലം മേടിച്ചിട്ടിരിക്കുന്നെന്നാണ്. തമിഴ്നാട്ടില് അങ്ങനെ പല കാര്യമാണ് പറയുന്നത്. ഇപ്പൊ ഭയങ്കര പരിപാടിയാണെന്നാ പറയുന്നത്. അപ്പൊ ഈ ശുശ്രൂഷ കഴിഞ്ഞിട്ട് മോൾസിനും അജിക്കും ഒക്കെ എന്തോ കൊടുക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. അതിനുപോലെ വക ഇല്ലാത്തവനാ പറയുന്നത്. എല്ലാം അങ്ങനെ കോടികളുടെ കാറ്, കോടികളുടെ ലക്ഷങ്ങൾ ഇങ്ങനെ മേടിച്ചിട്ടിരിക്കും. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളും വിധിച്ചു. ഞാൻ ഈ 31 വർഷമായിട്ടും പലരും എന്നെ തകർക്കാൻ ശ്രമിച്ചവരെല്ലാം തകർന്നല്ലാതെ ഞാൻ ഇതുവരെ പരാജയപ്പെട്ടു. ഹല്ലേലൂയ. ആത്മീയ മനുഷ്യൻ എന്താ വചനം പറയുന്നത്? എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയും. നിന്റെ സഭ എങ്ങനെയാ പോകുന്നത്, നിന്റെ ഇടവക എങ്ങനെയാ പോകുന്നത്, അയൽക്കാരെങ്ങനെയാ പോകുന്നത്, എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. അവനെ വിധിക്കാൻ അടുത്ത വചനം പറയുന്നു, കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവണ്ണം അവിടുത്തെ മനസ്സറിഞ്ഞവരാരാണ്? ഞങ്ങളാകട്ടെ ക്രിസ്തുവിന്റെ മനസ്സറിയുന്നവന്റെ പേരാണ്. മാമോദീസ വെള്ളം മുങ്ങി എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനിയാകത്തില്ല. നീ ക്രിസ്തുവിന്റെ മനസ്സ് നിനക്കറിയാമോ? അടുത്തിരിക്കുന്ന വ്യക്തിയോട് ചോദിച്ചത്, നിനക്ക് ക്രിസ്തുവിന്റെ മനസ്സറിയാമോ? കൈക്ക് പിടിച്ചോണ്ട് ചോദിച്ച, ക്രിസ്തുവിന്റെ മനസ്സറിയാമോ? ക്രിസ്തുവിന്റെ മനസ്സറിയാമോ? എന്താ ക്രിസ്തുവിന്റെ മനസ്സ്? കരുണയുടെ മനസ്സാ.
അവരെന്റെ വേദന എന്റെ വേദനയാണ്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് ചോദിച്ച് താങ്കൾക്ക് ഞാൻ എന്ത് ചെയ്തു തരണോ? ഹല്ലേലൂയ. ചോദ്യം കേട്ടോ, താങ്കൾക്ക് ഞാൻ എന്ത് ചെയ്തു തരണം? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാന് ശാസ്താംകോട്ടയിലോടൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് പറഞ്ഞു, ഞാൻ താങ്കൾക്ക് ഞാൻ എന്ത് ചെയ്യണം? പ്രസംഗം കഴിഞ്ഞ് ക്രിസ്ത്യാനികൾ ആരും അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ ആരും കൈപൊക്കി. അങ്ങ് പുറകിൽ ഒരാൾ ഇങ്ങനെ കൈപൊക്കും. അവസാനം അയാള് പറഞ്ഞു, ഞാൻ ക്രിസ്ത്യാനിയല്ല, ഒരു മുസ്ലിമാണ്. ഞാൻ എൻ്റെ സഹോദരങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, എനിക്കിപ്പോ പണമൊക്കെ ആയി, നിനക്ക് എന്ത് ചെയ്യാൻ ചെയ്യേണ്ടത്? 5 സഹോദരന്മാർക്ക് 5 ബിസിനസ് ഞാൻ ഇട്ടു. സഹോദര, നീ ചെയ്തു കൊടുക്കും. നീ ഇങ്ങനെ പൂഴ്ത്തി വെക്കുന്നവനല്ലേ ക്രിസ്ത്യാനി? പൂഴ്ത്തിവെപ്പുകാരന്റെ പേരാണ് ക്രിസ്ത്യാനി. നീ പൂഴ്ത്തി വെച്ച് നീയും കൊണ്ടുപോകുന്നില്ല, മറ്റുള്ളവരും രക്ഷപ്പെടും. നിന്റെ പണം കൊണ്ട് നീ പോകുന്നുണ്ടോ? ഏറിയാൽ 80, എന്നിട്ട് പൂഴ്ത്തിവെപ്പ് നടത്തിക്കൊണ്ടിരിക്കുക. ആരും രക്ഷപ്പെടുന്ന ഇഷ്ടമല്ല. ഇങ്ങനെയുള്ള മനസ്സിന്റെ നിർജീവമായ മനസ്സിന്റെ ഉടമകളായി ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികൾ മാറിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. അപ്പൊ ഇവിടെ വചനമാണ്, ക്രിസ്തുവിന്റെ മനസ്സുണ്ടോ നിനക്ക്? ക്രിസ്തുവിന്റെ മനസ്സുള്ളവന്റെ പേരാണ് ക്രിസ്ത്യാനി. എന്താണ് ക്രിസ്തുവിന്റെ മനസ്സ്? അവിടെ കാണുന്നത് നല്ല സമരിയാക്കാരൻ. നല്ല സമരിയാക്കാരൻ 2 ദനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവനെ പൊന്നു പോലെ നോക്കിക്കോളാം. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞു, ഞാൻ നിന്നെ പൊന്നു പോലെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഭാര്യ ഭർത്താവിടെ പറഞ്ഞ അവർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ നിന്നെ എങ്ങനെ നോക്കിക്കോളാം? പൊന്നു പോലെ. ഹല്ലേലൂയ. ഈ 2 ദനാറ എന്നാ? കരുണയുടെയും സ്നേഹത്തിന്റെയും ദനാറ. സോറി, കരുണയുടെയും സ്നേഹത്തിന്റെയും ഈ 2 ദനാറ കൊടുത്തിട്ട് പറയാണ്, ഇവരെ പൊന്നുപോലെ. കൂടുതലായിട്ട് എന്തെങ്കിലും നേരം കാണുമെങ്കിൽ ഞാൻ 2ാം വരവിന് ഞാൻ നിനക്ക് തരാം. 2ാം വരവിന് എന്താ പറയുന്നത്? 2ാം വരവിന് എന്താ പറയും? കർത്താവ് അങ്ങനെ പറയും, ഓ വിശ്വസ്തനായ ദാസ, എന്റെ സ്നേഹത്തിൽ നീ വന്നു, എന്റെ സ്നേഹത്തിൽ വാ. അവന് 2 ഉമ്മയൊക്കെ കൊടുത്ത് കർത്താവ് അവനെ സ്വീകരിക്കും. കർത്താവിന്റെ പരദീസയിലേക്ക് അവനെ പ്രവേശിപ്പിച്ചു. ഹല്ലേലൂയ. നമ്മൾ ഈ താലന്തുകൾ ഉപയോഗിക്കുന്നുണ്ടോ പ്രിയ? ഹല്ലേലൂയ. അപ്പോൾ അവിടെ ഒരു മുണ്ടക്കയത്തൊരു കട നടത്തുന്നു. ആ കട നടത്തുന്നുണ്ട്. അപ്പോൾ ആ കടയിൽ കയറി അപ്പോൾ സഹോദര, കട എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു അല്ലേ? അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാം എത്ര പേരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരും പറഞ്ഞു? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും അവന്റെ കടയൊന്ന് തകർന്നു കിട്ടാൻ വേണ്ടിയാ ആഗ്രഹിക്കുക. ശരി, എല്ലാവരും ശ്രദ്ധിക്കുക. അതേസമയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്റെ ഒരു സ്വർണം എടുക്കാനായിട്ട് പോവുക മുസ്ലിം. അവര് കുഴിച്ചിട്ടിരിക്കും. സ്നേഹത്തിന്റെയും കരുണയുടെയും ദനാറ കുഴിച്ചിട്ടിട്ട് നടക്കുന്നവരെ, പ്രിയ സഹോദരാ, നീ ഏത് മനുഷ്യനാണ്? ആത്മീയ മനുഷ്യനാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ ക്ലാസ് നിങ്ങളെ ആത്മീയ മനുഷ്യരാക്കി മാറ്റാനാണ്. നമ്മൾ ഇന്ന് എടുക്കുന്ന വചനഭാഗം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം. ഹല്ലേലൂയ. 14-ാം അധ്യായം 23 തൊട്ടുള്ള തിരുവചനം. ദാനിയേൽ 14:23 കിട്ടിയ ബാബിലോണിയർ ആദരിച്ചു വരുന്ന ഒരു വ്യാഴി ഉണ്ടായി. ഒരു വ്യാളം. ഇന്ന് ബാബിലോൺ സംസ്കാരം. ദാനിയേൽ 14 ബാബിലോൺ സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ ലോകത്തിന്റെ ഇമ്പങ്ങളുടെ പുറകെ ഓടുക, ഭൗതിക ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഉള്ള ഓട്ടം. അങ്ങനെ ബാബിലോണിയൻ സംസ്കാരത്തിൽ നിൽക്കുന്ന ഒരു സമൂഹം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അവര്
അപ്പൊ ആ രാജാവ് ഉൾപ്പെടെ ഈ വ്യാഴത്തെയാണ് ആരാധിക്കുന്നത്. അപ്പൊ ദാനിയേൽ എന്ന് പറയുന്ന ദൈവഭക്തനോട് പറയുകയാണ്, ദാനിയേൽ ആ രാജാവിന്റെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ. അപ്പൊ ദാനിയേലിനോട് എന്ത് പറഞ്ഞു? ഇത് ജീവനുള്ള ദേവനാണ്, ഇത് ജീവനുള്ള ദേവനാണ് എന്നത് നിനക്ക് നിഷേധിക്കാൻ. ഇവൻ ജീവനുള്ളതാണെന്ന് നിനക്ക് നിഷേധിക്കാൻ ഒക്കുമോ? ഈ വ്യാഴത്തിന്റെ പ്രത്യേകത അവർ ചില ചെപ്പിടി വിദ്യകളൊക്കെ കാണും, വായിക്കുകൾ തീയൊക്കെ ഉറപ്പിക്കും. ഇതൊക്കെ കണ്ടിട്ട് രാജാവ് പറഞ്ഞു, ഇത് ജീവനുള്ള ദേവമാണെന്ന് നിനക്ക് നിഷേധിക്കാൻ പറ്റൂ. അപ്പൊ രാജാവ് എന്ത് പറഞ്ഞു? ദാനിയേൽ എന്ത് പറഞ്ഞു? അതിനാൽ അതിന് രാജാവ് പറഞ്ഞിരിക്കും. രാജാവ് പറഞ്ഞ അനുസരിച്ച കുറെ പൈസയൊക്കെ വെച്ചാൽ കിട്ടും. രാജാവ് പറഞ്ഞ അനുസരിച്ച് എന്ത് കിട്ടും? കുറെ പണം കിട്ടും. നമുക്ക് പണം മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദാനിയേൽ പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ എന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കും. ഞാൻ ആരെ ആരാധിക്കും? ഞാൻ ആരാധിക്കുന്ന ഒറ്റ ദൈവമേ, ആ ദൈവത്തെ ആരാധിക്കും. കാരണം അവിടുന്നാണ് ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. കാരണം ഞാൻ ആരാധിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണ്. വലുതകരമയത്തിൽ എന്ന് പറഞ്ഞ്, ഞാൻ ആരാധിക്കുന്ന ദൈവം, ഞാൻ ആരാധിക്കുന്ന ദൈവം എന്റെ അരികിലുള്ള ദൈവമാണ്. ഞാൻ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. നമ്മള് വാടിപ്പെട്ടിച്ചെന്ന് ആരാധിക്കാൻ പോവും. ആരെയാണ് ആരാധിക്കുന്നത്? ജീവിക്കുന്ന ദൈവത്തെയാണ് ആരാധിക്കുന്നത്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, ജീവിക്കുന്ന കല്ലിനെയോ മണ്ണിനെയോ ഒന്നുമല്ല ആരാധിക്കുന്നത്, ജീവനുള്ള ഞാൻ ആരാധിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണെന്ന് ഉറപ്പുള്ളവർ കരമുയർത്തി ഒരു 5 ഹല്ലേലൂയ പറഞ്ഞു. സ്വരമില്ലല്ലോ, ശക്തിയില്ലല്ലോ, ഉണർവില്ലല്ലോ, സ്വരം പോരായല്ലോ, ശക്തി പോരായല്ലോ, ഉണർവ് പോരായല്ലോ. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരനെ, ഞാൻ ആരാധിക്കുന്ന ദൈവം ആരാണ്? ഇത് പറയുമ്പോ തന്നെ നിന്റെ പ്രശ്നങ്ങൾ തീർന്നു. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് പറ, ഞാൻ ആരാധിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവം ആരാണ്? ഞാനിവിടെ നിൽക്കുന്നത് കാണുന്നുണ്ടോ? ഇതിന് വലിയ യാഥാർത്ഥ്യം യേശുക്രിസ്തു ഇതിനിവിടെ വന്നിട്ടുണ്ടോ? എന്റെ നാമത്തിൽ 2 പേർ ഒരുമിച്ച് കൂടുന്നിടത്ത് ആരുണ്ട്? ഇവിടെ ക്രിസ്തു നിന്റെ അരികിലുണ്ട്. ക്രിസ്തു നിന്റെ അരികിലുണ്ടെങ്കിൽ അരികിലിരിക്കുന്നവന്റെ അരികിലേക്ക്, അരികിലിരിക്കുന്നവന്റെ മുമ്പിൽ, അരികിൽ വന്നവന്റെ അടുക്കൽ നീ നിന്റെ അപേക്ഷകൾ, നിന്റെ വേദനകളൊന്ന് പറയാൻ തയ്യാറുണ്ടോ? തയ്യാറുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് അരികിലിരിക്കുന്ന ദൈവത്തോടൊന്ന് പറഞ്ഞൊന്ന് സ്തുതിച്ച് 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, മഹത്വം, 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 മഹത്വം. എന്നിട്ട് നമ്മൾ കോംപ്രമൈസിന് പോവുക. അവരുടെ മതത്തിലും അവിടെയൊക്കെ ദൈവത്തിന്റെ അംശം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. ഒരു ദൈവം മാത്രമേ ഉള്ളൂ, സരസ്വതി അമ്മ. ലോകത്തിൽ ഒരു ദൈവം മാത്രമേ ഉള്ളൂ. അവനാണ് ആകാശവും ഈ ഭൂമിയും സർവ്വ പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച ഒരേ ഒരു ദൈവം. ആ ദൈവമാണ് എന്റെ ദൈവം. ആ ദൈവം എന്റെ ദൈവം, ആ താതൻ എന്റെ താതൻ. പറഞ്ഞ്, ആ ദൈവം എന്റെ ദൈവം. ആ ദൈവം എന്റെ ദൈവം, ആ താതൻ എന്റെ താതൻ. അവൻ എന്റെ അപ്പനാണ്, അവൻ എന്റെ അപ്പനാണ്. അതുകൊണ്ടാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞത്. അപ്പന്റെ മടിയിലിരുന്ന് അപ്പന്റെ മുഖത്തേക്ക് ഞാൻ ഒന്ന് വിളിക്കുകയാണ്, അപ്പ
എനിക്ക് ഇത് വേണമെന്ന് പറഞ്ഞാൽ അപ്പൻ എനിക്ക് തരാതിരിക്കുമോ പ്രിയരെ? അപ്പന്റെ മടിയിലിരുന്ന് ഞാൻ എന്റെ അപ്പന്റെ മുഖത്തേക്ക് നോക്കി വിളിക്കുകയാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പ്രിയ സഹോദര സഹോദരി, നീ എപ്പോഴോ അപ്പന്റെ മടിയിൽ നിന്ന് ഇറങ്ങിപ്പോ. അതാണ് നിന്റെ ആകുലത. ഇന്നത്തെ പ്രശ്നത്തിന്റെ ഒന്നാമത്തെ കാരണം, നീ എപ്പോഴോ ഏതോ ഒരു നിമിഷമാണ് ഈ അപ്പന്റെ മടിയിൽ നിന്ന് ഇറങ്ങിപ്പോയ നിമിഷത്തെ നോക്കി. എപ്പോഴാണ് എന്റെ അപ്പന്റെ മടിയിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയത്? എന്റെ അപ്പന്റെ മടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഉത്സവ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ അടുത്ത് വന്ന് അപ്പന്റെ മടിയിലിരുന്ന് കണ്ടപ്പോൾ ഈ കുഞ്ഞിന് നല്ല സന്തോഷമായി. പെട്ടെന്ന് അപ്പന്റെ മടിയിൽ നിന്ന് ഉഴന്നിറങ്ങി ഇവൻ ജനക്കൂട്ടത്തിന്റെ ഇടയിലായി. പിന്നീട് അവന് സന്തോഷമുണ്ട്. അപ്പന്റെ മടിയിൽ നിന്ന്, പ്രിയ മകനെ, മകളെ, നീ ഇറങ്ങിപ്പോയതല്ലേ നിന്റെ ദുഃഖം? ഇന്ന് നീ അനുഭവിക്കുന്ന സകല വേദനകൾക്കും കാരണം നീ നിന്റെ അപ്പന്റെ മടിയിൽ നിന്ന് നീ ഇറങ്ങിപ്പോയി. കരമുയർത്തി ഒരു 4 ഹല്ലേലൂയ പറഞ്ഞ് പറഞ്ഞ്. ശക്തി പോരായല്ലോ, ഉണർവ് പോരായല്ലോ, സ്വരം പോരായല്ലോ. അഭിഷേകത്തോടൊന്ന് സ്തുതിച്ചേ. നന്ദി കർത്താവേ. എല്ലാ ആകുലതകളും ഉത്കണ്ഠകളും വേദനകളും നൊമ്പരങ്ങളും യേശുവിന്റെ കരങ്ങളിലൂടെ പിതാവിന്റെ വടിയിലേക്ക് ഉയർത്തപ്പെട്ടേ. പ്രവഹിക്കുന്ന സൗഖ്യത്തിന്റെ വിടുതലിന്റെ ശക്തി ഓരോ മക്കളും വ്യാപരിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ നീ എന്റെ അപ്പന്റെ മടിയിൽ നിന്ന് നീ എന്ന് ഇറങ്ങിപ്പോയോ അന്ന് നിന്റെ ആകുലത ആരംഭിച്ചു. അതുകൊണ്ടാണ് പ്രവാചകനായ ഇപ്പൊ നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ആരെ കുറിച്ചാ? ദാനിയേൽ പറഞ്ഞു, ജീവിക്കുന്ന ഒരു ദൈവമേ ഉള്ളൂ, അവനെ മാത്രമേ ഞാൻ ആരാധിക്കൂ. അവിടെ ഒരു കോംപ്രമൈസ്. നിങ്ങളുടെ ദൈവം അച്ഛന്മാരും കന്യാസ്ത്രീമാരും സ്കൂളിൽ ഇരുന്ന് പാടുക, ശിവനും പാർവതിയും അല്ലെങ്കിൽ കൃഷ്ണനും നബിയും ക്രിസ്തുവും ഒന്നാണെന്ന് അറിയിച്ച ദൈവമേ. ക്രിസ്തുവും നബിയും കൃഷ്ണനും ക്രിസ്തുവിന്റെ കൂടെ ഇതിനെ ഇരുത്താൻ ഒക്കുമോ? ചില ബസ്സുകളിലൊക്കെ ഉണ്ട് യേശു ക്രിസ്തുവും ഗണപതിയും ശിവനും അല്ലെങ്കിൽ ചന്ദ്രക്കലയും. ഒരിക്കലും അത് വെക്കാൻ പാടില്ല. കാരണം ഒരു ദൈവമേ, ദൈവം എന്ന് പറഞ്ഞ ഒന്നേ ഉള്ളൂ, അത് യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. ഏക ദൈവം, അവനാണ് വഴി, അവനാണ് സത്യം, അവനാണ് ജീവൻ. അവനാണ് വഴി. അവന്റെ വഴി വിട്ടുപോയാൽ നീ വഴിയാതാരുമാകുന്നു. വഴിയാതാരാവുന്നു. അവന്റെ വഴി വിട്ടുപോയാൽ നീ വഴിയാതാരം. പ്രിയ സഹോദരങ്ങളെ, അപ്പൊ ഇവിടെ ദാനിയേൽ പറയുകയാണ്, ഞാൻ ആരെയാണ് ആരാധിക്കുന്നത്? അതൊരിക്കൽ കൂടി പറഞ്ഞ് ഞാൻ എന്റെ ദൈവമായ കർത്താവിനെ ഒന്ന് വായിച്ചേ. ഞാൻ എന്റെ കാരണം അവിടുന്ന് ജീവിക്കുന്ന ദൈവമാണ്. അവിടുന്ന് മാത്രമാണ് ജീവിക്കുന്നത്. ഇത് മാത്രം പറഞ്ഞ സൗഖ്യം ഉറപ്പാ. നിങ്ങൾക്ക് സൗഖ്യം വേണമെങ്കിൽ ഇത് മാത്രം പറഞ്ഞാൽ മതി. അവിടുന്നാണ് ജീവിക്കുന്ന വലുതേരം. അവിടുന്നാണ് ജീവിക്കുന്ന ദൈവം. അവിടുന്നാണ് ഈ ദൈവത്തിന് വേണ്ടിയാണ് എന്റെ ജീവിതം. ഇത് പറയാൻ തയ്യാറുണ്ടെങ്കിൽ നീ നിന്റെ കുടുംബം അനുഗ്രഹിക്കും. തുടർന്ന് എന്താ വചനം പറയുന്നത്? രാജാവെ, നീ അനുവദിച്ച വാളോ വടിയോ കൂടാതെ. എന്നെ സാത്താനെ കൊല്ലാൻ വാളും വടിയൊന്നും വേണ്ട.
അപ്പോൾ രാജാവ് പറഞ്ഞു, രാജാവ് ചിന്തിച്ചു, ഇവന് 6-7 മനുഷ്യനെ ഒരുമിച്ച് വീഴുന്ന വ്യാളോ. ഏതായാലും ദാനിയേലിന്റെ കാര്യം ദാനിയേൽ രക്ഷപ്പെടുവാണെങ്കിൽ എതിരെങ്കിലും. അപ്പൊ രാജാവ് ഒരു പരീക്ഷണത്തിന് തയ്യാറാണ്. അപ്പൊ രാജാവ് എന്ത് പറഞ്ഞു? രാജാവ് പറഞ്ഞു, ഞാൻ അനുവദിച്ചിരിക്കുന്നു, അനുവദിച്ചിരിക്കുന്നു. അപ്പോൾ ദാനിയേൽ കീലും കൊഴുപ്പും എങ്ങനെ എന്തിനാണ് കീല്? എന്നിട്ട് നിങ്ങളെ സാത്താനെ പരാജയപ്പെടുത്താൻ ഏറ്റവും നികൃഷ്ടമായ സംഗതി, നികൃഷ്ടനായവനെ കൊല്ലാൻ നികൃഷ്ടമായ കാര്യമെടുത്തു. നിങ്ങൾ വേളാങ്കണ്ണി വന്നപ്പോൾ ഈ റോഡിൽ കുറെ കീല് കിടപ്പുണ്ട്. ഏതായാലും കീലായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കീല് കൈവച്ചോണ്ട് പോകും, കൊണ്ടുപോകും. ടാറ് റോഡിലെ ടാറ്, കീല്. ഇനി 2 കൊഴുപ്പ്. ഇറച്ചിക്കട ചെന്നിട്ട് പറയാ 2 കിലോ കൊഴുപ്പ് തരണമെന്ന് പറയും. ഇനി 3 ഷേവ് ചെയ്തതിനു ശേഷം പറയുക, ബാർബറിനോട് പറയുക, ആ രോമം ഇനി തന്നേൽ എനിക്കത് ആവശ്യമുണ്ടെന്ന് പറയും. അപ്പൊ പ്രിയ സാധനങ്ങളെ, കീലും കൊഴുപ്പും രോമവും, ഈ 3 കാര്യങ്ങൾ മതി ഇവനെ പരാജയപ്പെടുത്താൻ. എന്നുവെച്ചാൽ ഇത്രയേ ഉള്ളൂ ഇവന്റെ ശക്തി. കീല്, കൊഴുപ്പ്, രോമം തിളപ്പിച്ച് ഒരു ഉരുളയ ധ്യാനത്തിന് തിന്നാൻ കൊടുക്കും. ആ ജീവി ആർത്തിയോട് ഇത് തിന്നും. അതിന്റെ വയറ് പൊട്ടി, കണ്ടോ? അവന്റെ വയറ് പൊട്ടി, അവന്റെ കാര്യം. അപ്പൊ ദാനിയേൽ രാജാവിനെ വിളിച്ചു, ഇങ്ങോട്ട് വന്നേ. രാജാവ് അല്ലയോ മഹാരാജാവ്, ഇങ്ങോട്ട് വന്നേ. എന്താ ദാനിയേൽ പറഞ്ഞു, നീ എന്തിനെയാണ് ആരാധിച്ചതെന്ന് നീ കണ്ട. നീ ആരാധിച്ചതിനെ കണ്ടു. ഈ ഒരു ഉരുള ഉരുട്ടി കൊടുത്തപ്പോ തീർന്നു. നീ ഇന്നേ വരെ ആരാധിച്ചവന്റെ ശക്തി ഇത്രയേ. വേളാങ്കണ്ണിയിൽ ഒരു കുടുംബം വന്നിട്ട് ആരോ എവിടെയോ ഒരു ധ്യാനത്തിന് പോയിട്ട് പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ വീടിന്റെ അപ്പുറത്തൊരു അമ്പലമുണ്ട്, അമ്പലം നിൽക്കുന്നതുകൊണ്ട് ഈ സ്ഥലം മോശമാണ്, അതുകൊണ്ട് വിറ്റ് 2 കോടി രൂപയുടെ വീട് അടച്ചു പൂട്ടിയിട്ട് വാടകയ്ക്ക് പോയി താമസിക്കും. എന്താണ് അമ്പലപ്പുറത്ത് ഇങ്ങനെ വരുത്തി പോക്കാം, അതുകൊണ്ട് നിനക്ക് രക്ഷപ്പെടുന്നു, ഇങ്ങനെ പേടിപ്പിച്ചു വെച്ചു. വേളാങ്കണ്ണി വന്ന് ഈ വചനമെല്ലാം കേട്ടപ്പോഴാണ് ഇവന് മനസ്സിലായത് ഇതിനൊന്നും യാതൊരു പ്രിയ സഹോദരങ്ങളെ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയാണ്, നീ ആരാധിക്കുന്നത് ആരെയാണ് എന്ന് നിനക്കിപ്പോ മനസ്സിലായോ? അതിന്റെ വയറ് പൊട്ടി അവൻ ചത്തു. അപ്പോൾ ഇത് അടുത്ത വചനം പറയുന്നു, ബാബിലോണിയർക്ക് ഇത് ഇഷ്ടപ്പെട്ടു. എന്നുവെച്ചാൽ ഈ ലോകത്തിന്റെ, ഇങ്ങോട്ട് ഈ വചന പ്രഘോഷണമൊക്കെ ലോകത്തിന്റെ സുഖത്തിന്റെ പുറകെ പോകുന്നവർക്ക് ഇവൻ എന്താണ് ഇങ്ങനെ പറയും. ചിലവർക്കൊക്കെ എന്നെ വിളിക്കാൻ പേടിയാ കേട്ടോ. ചില വൈദികരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് എന്നെ വിളിക്കത്തില്ല. ഞാൻ ആരെയും സുഖിപ്പിച്ച് ഒരു വൈദികനോടും ഒരു മെത്രാനോടും പറയത്തില്ല എനിക്കൊരു ശുശ്രൂഷ തരണമെന്ന്. ദൈവം അതിന്റെ കാര്യങ്ങളെല്ലാം ഒരുക്കും. ഞാൻ ഉള്ളത് മുഖത്ത് നോക്കി പറയും. എന്നുവെച്ചാൽ എനിക്ക് പ്രവാചക ദൗത്യം തന്നിരിക്കുന്നു, അല്ലാതെ പതപ്പിച്ച് സുഖിപ്പിച്ചിട്ടൊന്നും പോകത്തില്ല. ഹല്ലേലൂയ. ഉള്ളതായിട്ട് പറയണം. ഹല്ലേലൂയ. ഞാൻ ഏതായാലും സ്നാപയോഹന്നാനെ പോലെ ഒന്നും പറയുന്നില്ലല്ലോ. സ്നാപയോഹന്നാൻ എന്താ പറഞ്ഞ അടരി സന്തതികൾ അങ്ങനെയൊന്നും പറയുന്നില്ല കേട്ടോ. ഹല്ലേലൂയ. വലതുകരമുയർത്തി ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്? ബാബിലോണിയർ ഇത് കേട്ടപ്പോൾ, ബാബിലോണിയർ എന്ന് പറഞ്ഞാൽ ലൗകിക മനുഷ്യൻ, ഇത് കേട്ടപ്പോൾ അത്യധികം കുപിതയാണ്. രാജാവിനെതിരെ ഗൂഢാലോചന ആരംഭിച്ചു.
ഈ ഗൂഢാലോചന ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ ലൗകിക മനുഷ്യന്റെ പ്രത്യേകതയാണ് മറ്റുള്ളവൻ എങ്ങനെയെങ്കിലും ഒന്ന് തകരണോ. അങ്ങനെയാണ് ചിലവര് കൂടോത്രത്തിന്റെയും മംഗളവാദത്തിന്റെയും ഒക്കെ പറയുന്നത്. മറ്റുള്ളവൻ തകരുന്നത് കാണാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എന്നേക്കാൾ മറ്റുള്ളവർ വലിയവരാകണ്ട. അതുകൊണ്ട് അവരാണ് ഗൂഢാലോചന ചെയ്യുന്നത്. അപ്പൊ ഗൂഢമായിട്ട് തകർക്കുന്ന ആലോചനകളാ തുടങ്ങി. എന്നിട്ട് അവരെന്ത് പറഞ്ഞു?